ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പല രക്ഷിതാക്കളുടെ അടുത്തും പറയണ്ടാവില്ലേ ഇപ്പം. അപ്പോൾ അവർക്ക് ഇതാ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം നമുക്ക്. ഇതാ കുറച്ചൊരു ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, ഈ 3 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും. നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് എല്ലാം ഒരുമിച്ച് തന്നെയാണ് നമ്മളിവിടെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പച്ചക്കറിയിലേക്ക് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. തേങ്ങ ചിരകി അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചിട്ടോ എടുക്കാം. അതിനുശേഷം നമ്മൾ നേരെ അരിപ്പയിലേക്ക് ഒഴിച്ച് അതിൻ്റെ പാലങ്ങ് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ല കട്ടിപ്പാൽ മാത്രമാണ് എടുക്കുന്നത്. അതും കൂടി ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യമാണെങ്കിൽ 1-ാം പാലൊക്കെ 2-ാം പാലൊക്കെ എടുത്ത് വെക്കാം. ലാസ്റ്റ് മാത്രം 1-ാം പാൽ ഒഴിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യമാണ്. ഈ പാലല്ല, തേങ്ങാപ്പാലില്ലാത്തവർക്കാണെങ്കിൽ പശുവിൻ്റെ പാലുണ്ടാവുമല്ലോ, അതുകൂടി ചേർക്കാവുന്നതാണ്. ഇനി വളരെ സിമ്പിളാണ്. നമുക്ക് പാൻ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുക്, കറിവേപ്പില, ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടൊക്കെ എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറിയൊക്കെ, പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങാണ് സ്റ്റൂവിന് വേണ്ടത്. മിനിമമായിട്ട് വേണ്ടതാണ് ഉരുളക്കിഴങ്ങും പച്ചമുളകും. ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷനാണ്, ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതോടൊപ്പം ഈ ഉരുളക്കിഴങ്ങ് കൂടി നന്നായിട്ട് ഉടച്ചുകൂടി എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പാല് ഒഴിക്കേണ്ടത്. ഈ പാല് നമ്മൾ ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുന്നവരായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ്റെ പാൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ബ്രെഡാണ്. ബ്രെഡ് അല്ലെങ്കിൽ വെള്ളയപ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.